ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എബ്രസീവ്സിനെ പറ്റിയിട്ടാണ് അല്ലേ. നമ്മൾ ഗ്രൈൻഡിങ് വീലിൻ്റെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് വീലിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. സോ ഐ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ഗ്രൈൻഡിങ് വീൽ, ഡിഫറെൻറ്റ് ഗ്രൈൻഡിങ് വീലിൻ്റെ എന്തിനെ കൊണ്ടാണ് ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കിയത്, എന്താണ് ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് അല്ലേ. സോ മെനി എബ്രസീവ് അല്ലേ കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ അല്ലേ ഗ്രൈൻഡിങ് വീൽസ് ഉണ്ടാക്കുന്നത്. സോ ദീസ് കോസ് പാർട്ടിക്കിൾസ് ഹാവ് ബീൻ പ്രസ്ഡ് ആൻഡ് ബോണ്ടഡ് ടുഗെദർ അല്ലേ ടു ഫോം എ സോളിഡ് സർക്കുലർ ഷേപ്പ് എന്ന് വേണേൽ പറയാം നമുക്ക്. So that is called a wheel, a grinding wheel. Okay, so a grinding wheel നമ്മൾ എബ്രസീവ്സ് ഉണ്ട്. എബ്രസീവ്സ് 2 types ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, നാച്ചുറലും ആർട്ടിഫിഷ്യലും. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഓർ മാനുഫാക്ചേർഡ് എബ്രസീവ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ബോൺസ്. ആൻഡ് ബിഫോർ ദാറ്റ്, എഫിഷ്യൻസി ഓഫ് എബ്രസീവ് പാർട്ടിക്കിൾസ് ഡിപ്പെൻസ് ഓൺ എന്തൊക്കെയാണ് എബ്രസീവ് പാർട്ടിക്കിൾ. ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന എബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ എഫിഷ്യൻസി അല്ലേ, ടോട്ടൽ എഫിഷ്യൻസി, അതായത് വീലിൻ്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, എബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് പ്യൂരിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഇൻ കോമ്പോസിഷൻ, ഹാർഡ്നെസ്, ടഫ്നെസ് ആൻഡ് ഷാർപ്നെസ് ഓഫ് ഫ്രാക്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5 പോയിന്റ്സ് നിങ്ങളുടെ ഈ ഒരു 5 ഫാക്ടേഴ്സ് അങ്ങനെ വേണേൽ പറയാം. ഓക്കെ, ഈ 5 ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലുണ്ടാവണം. അതായത് ഒരു ഗ്രൈൻഡിങ് വീല് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഗ്രൈൻഡിങ് വീലിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എബ്രസീവ് പാർട്ടിക്കിളിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എബ്രസീവ്സിൻ്റെ പ്യൂരിറ്റി അല്ലെ, എബ്രസീവ് മെറ്റീരിയലിൻ്റെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാച്ചുറൽ ആയിക്കോട്ടെ, അതിൻ്റെ പ്യൂരിറ്റി, യൂണിഫോമിറ്റി ഇൻ കോമ്പോസിഷൻ, അതിൻ്റെ ഹാർഡ്നെസ്, അതിൻ്റെ ടഫ്നെസ്, അതിൻ്റെ ഷാർപ്നെസ് ഓഫ് ഫ്രാക്ചർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളിലാണ്. ഓക്കെ, നമുക്ക് എബ്രസീവ്സ് എന്താണെന്നറിയാം അല്ലേ, ഓൾറെഡി യു നോ വാട്ട് ഈസ് എബ്രസീവ്സ് അല്ലേ. സോ എബ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, എന്തായിരുന്നു എബ്രസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബ്രസീവ്സ് ഒരു ഹാർഡ് മെറ്റീരിയൽ ആണ് അല്ലേ. സോ എബ്രസീവ്സ് ആർ എബ്രസീവ് അല്ലേ, എബ്രസീവ് ഇസ് എ ഹാർഡ് മെറ്റീരിയൽ അല്ലേ. അതിനെ കൊണ്ടാണ് നമ്മൾ അതർ സബ്സ്റ്റൻസസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, എബ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹാർഡ് ആൻഡ് ടഫ് അല്ലേ, റൈറ്റ്. So these abrasive particles is bonded together by means of some suitable bonds. Like grinding wheels are made of abrasive particles bonded together by means of some suitable bonds. So what is a bond? എന്താണ് ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി ആർ ലുക്കിംഗ് ഇൻടു. ഓക്കെ, ബോണ്ട്സ് എന്താണ് ബോണ്ട്? ഞാൻ പറഞ്ഞു ഇപ്പം അല്ലെ, ഒരു എബ്രസീവ്സിന് ബൈൻഡിങ് ടുഗെദർ എന്നുള്ള രീതിയിൽ നമ്മളെ സഹായിക്കുന്നതാണ് ബോണ്ട് എന്ന് പറയുന്നത്. സോ എ ബോണ്ട് ഇസ് എ മെറ്റീരിയൽ അല്ലെ, ഒരു മെറ്റീരിയലാണ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ഹോൾഡ്സ് ദ എബ്രസീവ് ഗ്രെയിൻസ് ടുഗെദർ ടു ഫോം എ ഗ്രൈൻഡിങ് വീൽ, റൈറ്റ്. സോ adhesive substance used to hold abrasive grains together in the grinding wheel. Okay, it's an adhesive substance. Bonds are the adhesive substance used to hold abrasive grains together in the grinding wheel. So bonds, it depends, different types ഉണ്ട്. Okay, different types and different kinds of bonds ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് ഗ്രൈൻഡിങ് ആക്ഷനിലെ ക്യാരക്ടറിസ്റ്റിക്സ് മാറും. സോ നമുക്ക് നോക്കാം എത്ര ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോണ്ട്സ് ആണ്, ഈ നമ്മൾ ഉപയോഗിക്കുന്ന ബോണ്ട്സ് ആണ്, അതായത് എബ്രസീവ് പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ബോണ്ട്സ്. അതുകൊണ്ടാണ് adhesive substance used to hold abrasive grains എന്ന് പറയുന്നത് അല്ലേ. സോ ദീസ് bonds is the real thing which imparts the quality of the grinding wheel. Okay, നമുക്ക്
വീലിന് എത്ര ഹാർഡ്നെസ് ഉണ്ട്, അല്ലെ ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ബോണ്ടിന്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ബോണ്ടാണ് നമുക്ക് ക്വാളിറ്റി ഓഫ് ഹാർഡ്നെസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ഗ്രൈൻഡിങ് വീലുണ്ട്. സോ വേരിയസ് ബോൺസ് ആർ ദെയർ. വിട്രിഫൈഡ് ബോൺസ് ഉണ്ട്, സിലിക്കേറ്റ് ബോൺസ് ഉണ്ട്, റബ്ബർ ബോൺസ് ഉണ്ട്, ഓക്കെ, റെസിനോയിഡ് ബോൺസ് ഉണ്ട്, ഷെല്ലാക് ബോൺസ് ഉണ്ട്, ഓക്സിക്ലോറൈഡ് ബോൺസ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ബോൺസ് ഉണ്ട്. സോ വിട്രിഫൈഡ്, സിലിക്കേറ്റ് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്, റബ്ബർ ബോണ്ട്, ഷെല്ലാക് ബോണ്ട്, ഓക്സിക്ലോറൈഡ് ബോണ്ട്, ഇത്രയും ബോൺസുകളാണ് ഉള്ളത്. സോ നമുക്ക് ഞാൻ താഴെ എഴുതിയിരിക്കുന്ന ഓരോ പോയിന്റ്സുകളും എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കാനുള്ള കാര്യങ്ങളാണ്. വിട്രിഫൈഡ് ബോൺസ്, എന്താണ് ഒരു വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോ ബോണ്ട്സ്, ഇപ്പൊ ബോണ്ട് എന്ന് പറയുന്ന കാര്യം ഒരു മെറ്റീരിയൽ ആണെന്ന് മനസ്സിലായല്ലോ, ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഹോപ്പ് എവറി വൺ ഈസ് ക്ലിയർ അബൌട്ട് ഇറ്റ്, അല്ലെ. നമ്മൾ എന്തോ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ വേറൊരു പാർട്ടിക്കിളിനെ കൊണ്ട് നമ്മളിപ്പോൾ എന്താ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, റൈറ്റ്. നമ്മളിപ്പോൾ കുറെ കാര്യങ്ങൾ പശയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യുന്ന, ഇത് ഒട്ടിച്ച് വെക്കുന്നൊക്കെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ അഡ്ഹസീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അത് കുറെ സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കും, ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കും. ദാറ്റ്സ് എ ബോണ്ട്. സോ ഈ ബോണ്ടിന് ഫസ്റ്റ് ടൈപ്പാണ് വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. സോ എന്തായാലും അതിൽ എബ്രസീവ് കണ്ടൻസ് ഉണ്ട് എന്ന് അറിയാം, അല്ലെ, എബ്രസീവ് ഗ്രെയിൻസ് എന്തായാലും ഉണ്ട്. ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ എബ്രസീവ് ഗ്രെയിൻസ് ഉണ്ട്, ക്ലേ എന്ന് പറയാം, അല്ലെ, ക്ലേ വിത്ത് സഫിഷ്യൻറ്റ് വാട്ടർ, ഓക്കെ, ക്ലേ വിത്ത് സഫിഷ്യൻറ്റ് വാട്ടർ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും, യൂണിഫോംലി മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു മോൾഡില്ലേ, മോൾഡ് എന്ന് അറിയാലോ, അല്ലെ, മോൾഡ് അറിയില്ലേ, കാസ്റ്റിംഗ് ഒക്കെ പഠിച്ചല്ലേ. സോ മോൾഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, ജസ്റ്റ് എന്താ കാര്യം എന്ന് മാത്രം പറയാം. ഓക്കെ, നമ്മളൊരു ക്ലേയും എബ്രസീവ് ഗ്രെയിൻസും വിത്ത് സഫിഷ്യൻറ്റ് വാട്ടർ നമ്മൾ മിക്സ് ചെയ്യും, യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു മോൾഡിലോട്ട് ഒഴിക്കും. ഓക്കെ, ദെൻ വിൽ കീപ്പ് ഇൻ ടു ഡ്രൈ. ഓക്കെ, അലോ ഇറ്റ് ടു ഡ്രൈ. ഇനി ഈ ഡ്രൈ ചെയ്ത മോൾഡ് നമ്മൾ കട്ട് ചെയ്ത് പെർഫെക്റ്റ് സൈസിന് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, അബൌട്ട് 700 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഹീറ്റഡ് അപ് ടു നമുക്ക് എത്ര വേണമെങ്കിൽ, അതായത് ഒരു മാക്സിമം ഓഫ് 1000 സംതിങ് പോവും. ഓക്കെ, അബൌട്ട് 700 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഹീറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഇതിൽ ക്ലേ എന്ന് പറഞ്ഞ സാധനമല്ലേ, ക്ലേ ഫ്യൂസ് ആവും. ഓക്കെ, ഒരു ഗ്ലാസ് ലൈക്ക് സബ്സ്റ്റൻസ് പോലെ ഫ്യൂസ് ആവും, അതിനാണ് വിട്രിഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലേ വിട്രിഫൈസ്, ക്ലേ ഫ്യൂസ് പോലെ അങ്ങനെ ഫ്യൂസ് ചെയ്ത് വരും. ഓക്കെ, ഒരു ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ എടുക്കും അതിന്. ഓക്കെ, ദാറ്റ്സ് കോൾഡ് വിട്രിഫിക്കേഷൻ, വിട്രിഫൈസ്, ക്ലേ വിട്രിഫൈസ് എന്ന് പറയാം. സോ ഈ വിട്രിഫൈ ചെയ്തിട്ട് ഈ എബ്രസീവ് ഗ്രെയിൻസ് ഉണ്ടാവില്ല, നമ്മളെ എബ്രസീവ് ഗ്രെയിൻസിന് കണക്ട് ചെയ്യും. ഒരു എബ്രസീവ് ഗ്രെയിൻ അടുത്ത എബ്രസീവ് ഗ്രെയിൻ ഇങ്ങനെ കണക്ട് ചെയ്ത് അത് ഫ്യൂസിങ് ആൻഡ് ഹോൾഡിങ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അങ്ങനെ വരുന്ന ഒരു ബോണ്ടിനെയാണ് നമ്മൾ വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. So this vitrified bond actually provides uniform distribution of bond throughout the wheel എന്നാണ് പറയുന്നത്. Okay? So vitrified bonds provide uniform distribution of the bond throughout the wheels. Okay, vitrified bonds are strong and porous, and it is not affected by acids and alkalis, etc. Okay. So these are some of the advantages of vitrified bonds. Okay, uniform structure ആയിരിക്കും, നമുക്ക് സ്ട്രോങ് ആൻഡ് പോറസ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് മെറ്റൽ റിമൂവൽ റേറ്റ് നമുക്ക് കുറച്ച് ഹയർ ആയിട്ട് കിട്ടും നടത്താം. ഓക്കെ, പിന്നെ വീൽസ് കെമിക്കലി ഇനേർട്ടാന്ന് നടത്താം, അതായത് ഈ ആസിഡ്സ് ആൽക്കലിൻസിനൊന്നും ഓയിൽ വാട്ടർ അതിനൊന്നും എഫക്റ്റ് ചെയ്യില്ല. അതായത് നമുക്ക് കൂളൻസ് ഒക്കെ കൂളായിട്ട് ഉപയോഗിക്കാൻ നടത്താം. Okay, so this is vitrified bond, V. Okay, we will represent vitrified bond as V. ഇത് നമുക്കറിയാം, ഓരോ ബോണ്ടിന്റെയും ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്, V S എന്നുള്ള പറയുന്നത്. So that we must know. Okay,
ഇനി ഈ ഒരു വിട്രിഫൈഡ് ബോണ്ടിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണെങ്കിൽ നമുക്ക് വിട്രിഫൈഡ് ബോണ്ടിന് ഒരു ഡയാമീറ്ററിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, ഇത്ര വരെയേ പറ്റത്തുള്ളൂ എന്നുള്ളത്. കാരണം ഇത് ഫ്യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. വിട്രിഫൈഡ് ബോണ്ട് വിൽ ടേക്ക് ടൈം. ഓക്കെ, സോ ഒരു ഹൈ ഫോഴ്സ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉള്ള മെഷീൻ വൈബ്രേഷൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ മെഷീൻ വൈബ്രേഷൻ ഉണ്ടാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വീൽസ് അതൊരു എന്താ പറയുക, ഈ ഒരു മെഷീൻ വൈബ്രേഷൻ, ചെറിയൊരു മെഷീൻ വൈബ്രേഷൻ ഒക്കെ ഉണ്ടായാൽ, ഇത് നല്ല മെഷീൻ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വീല് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് വിട്രിഫൈഡ് ബോണ്ടാണെങ്കിൽ. സോ അത്ര വൈബ്രേഷൻസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അധികം യൂസ് ചെയ്യില്ല വിട്രിഫൈഡ് ബോണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് വിട്രിഫൈഡ് ബോണ്ട്സിനെ പറ്റി പറയാനുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അബ്രസീവ് ഗ്രെയിൻസ് എടുക്കുന്നു, ക്ലേ എടുക്കുന്നു വിത്ത് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് വി വിൽ മിക്സ് ഇറ്റ്. ഓക്കെ, ദെൻ വി വിൽ പോർ this mix it and in uniform way and we will pour it into a mold and allow it to dry. Okay, after that നമ്മളൊരു പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് സൈസ് ആൻഡ് ഷേപ്പ് ഉണ്ടാവും അല്ലേ, കറക്റ്റായിട്ട് നമ്മൾ ഒരു ക്ലിന്നിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലേ എന്ത് സംഭവിക്കുന്നു, ഫ്യൂസ് ചെയ്യുന്നു അല്ലേ, ബേൺ ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് ചെയ്യുന്നു. സോ ക്ലേ വിട്രിഫൈസ് ആൻഡ് ഇറ്റ് ബിക്കംസ് it connects this abrasive grains by fusing. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിനാണ് നമ്മൾ വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. വിട്രിഫൈഡ് ബോണ്ട് ആർ സ്ട്രോങ് ആൻഡ് പോറസ്, യൂണിഫോം ഇൻ സ്ട്രക്ചർ അല്ലേ, ആൻഡ് കെമിക്കലി ഇനേർട്ട്. ഓക്കെ, ഇറ്റ് ഹാസ് എ ഡിസഡ്വാൻറ്റേജ് ലൈക്ക് അല്ലേ, ലോങ് ടൈം അല്ലേ, ടൈം എടുക്കും, മാനുഫാക്ചറിങ് ടൈം കുറച്ച് ലോങ് ആയിരിക്കും. So this is vitrified bond and we will represent vitrified bond as V. Okay, ഇനി സിലിക്കേറ്റ് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, സിലിക്കേറ്റ് ബോണ്ട്. ഓക്കെ, എന്താണ് സിലിക്കേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്? ഓക്കെ, സോ അബ്രസീവ് ഗ്രെയിൻസസ് ഉണ്ടാവുമല്ലോ അല്ലേ, അബ്രസീവ് ഗ്രെയിൻസസ് ഉണ്ടാവും. അതിൽ സിലിക്കേറ്റ് സോഡ അല്ലെ, സോഡിയം സിലിക്കേറ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, സിലിക്കേറ്റ് സോഡ, സോഡിയം സിലിക്കേറ്റ് അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ, ആദ്യമായിട്ട് കേൾക്കില്ലല്ലോ. ഹലോ ഹലോ, ഓക്കെ, റൈറ്റ്. സോ ഈ സിലിക്കേറ്റ് സോഡ അബ്രസീവ് ഗ്രെയിൻസുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്നിട്ട് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് മോൾഡിലോട്ട് പ്രസ് ചെയ്ത് പാക്ക് ചെയ്ത് ഡ്രൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യും. ഓക്കെ, we will bake it, keep it in the furnace and we will bake it. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു പാക്ക് ചെയ്ത് മോൾഡ് ചെയ്ത് ഡ്രൈ ചെയ്ത് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിലിക്കേറ്റ് ബോണ്ട് we will represent it as S. Okay, we will represent it as S. ഓക്കെ, ഇത് ഓർമ്മ വേണം. സിലിക്കേറ്റ് ബോണ്ടിനെ നമ്മൾ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും, വിട്രിഫൈഡ് ബോണ്ടിനെ നമ്മൾ വി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ സിലിക്കേറ്റ് ബോണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീൽസിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ നേരത്തെ പറയുമ്പോൾ പറഞ്ഞു അല്ലെ, വിട്രിഫൈഡ് ബോണ്ടിൽ ഡയാമീറ്റർ നമുക്കൊരു ലിമിറ്റഡ് ആണ്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിട്രിഫൈഡ് ബോണ്ട്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് സിലിക്കേറ്റ് ബോണ്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിട്രിഫൈഡ് ബോണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഡയാമീറ്ററിലുള്ള ഒരു വീൽസിൽ നമുക്ക് സിലിക്കേറ്റ് ബോണ്ട്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറവാണ് സിലിക്കേറ്റിൽ. അതുകൊണ്ട് തന്നെ വീൽസ് ആർ മോർ എഫിഷ്യൻറ്റ്. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ
സിലിക്കേറ്റ് ബോണ്ടിനെ കുറിച്ചിട്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ്, കട്ടിംഗ് ടൂൾസ്, കട്ടിംഗ് ബ്ലേഡ്സ്, അല്ലേ, നൈഫ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് നമ്മൾ സിലിക്കേറ്റ് ബോണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൊതുവെ ഈ സിലിക്കേറ്റ് ബോണ്ടിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറവാണ് എന്ന് പറയും, റൈറ്റ്? സോ സിലിക്കേറ്റ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോണ്ട്, വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ട്. സോ പഠിക്കുന്ന സമയത്ത് സിലിക്കേറ്റ് ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നു, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതേപോലെ വിട്രിഫൈഡ് ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ എല്ലാ ബോണ്ടും പഠിക്കുക. അതാണ് നിങ്ങളുടെ ഒരു ടാർഗറ്റ്. ഓക്കെ, എല്ലാ ബോണ്ട്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, now let's go to Okay, sir. next bond, resinoid bond. Okay, എന്താണ് resinoid bond? Okay, abrasive grains are mixed with synthetic resin. അല്ലെ, സിന്തറ്റിക് റെസിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സിന്തറ്റിക് റെസിൻസ് കേട്ടിട്ടുണ്ടാവും, കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും അല്ലെ, റെസിൻസ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് അബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ട്. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏത്, നമ്മുടെ സാധാരണ ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും കുറേ അബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, അതിൽ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന അബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ട്, അത് ഈ സിന്തറ്റിക് റെസിനും പിന്നെ ഒരു ലിക്വിഡുമായിട്ട്, അല്ലേ, ഒരു സോൾവെന്റ് ലിക്വിഡുമായിട്ട് നമ്മൾ റെസിൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യും, നല്ല തറവായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, സോ ദിസ് മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ മോൾഡിൽ പ്ലേസ് ചെയ്ത് നമ്മളത് ഹീറ്റ് ചെയ്യും. ഓക്കെ, പൊതുവെ അങ്ങനെയാണ്, നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോൺസ് ചെയ്യുന്നത്. സോ ഹിയർ ദിസ് റെസിൻ റിഫ്യൂസസ്. ഓക്കെ, ഇവിടെ റെസിൻസ് ഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് ബോണ്ട് ആവുന്നു. ഓക്കെ, ഫോം ബോണ്ട്സ്. ഇനി ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റെസിനോയിഡ് ബോണ്ട് എന്ന് പറയുന്നത് ആർ എന്നല്ല റെപ്രസെന്റ് ചെയ്യുക. റെസിനോയിഡ് ബോണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ബി. ഓക്കെ, റെസിനോയിഡ് ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് ബി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ റെസിനോയിഡ് ബോണ്ട്സ് ഉപയോഗിക്കുന്ന റെസിനോയിഡ് ബോണ്ടഡ് വീൽസ് എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അതായത് നല്ല സ്പീഡായിട്ട് നമുക്ക് സ്പീഡ്ലി ഓപ്പറേറ്റിംഗ് വീൽസ് ഉണ്ടാവില്ലേ, അതിൽ നമുക്ക് റെസിനോയിഡ് ബോണ്ട്സ് ഉപയോഗിക്കാൻ പറ്റും. സോ ഇറ്റ് ഹാസ് എ മെറ്റൽ റിമൂവൽ റേറ്റ്, എ വെരി ഗുഡ് മെറ്റൽ റിമൂവൽ റേറ്റ്. ഓക്കെ, യൂസ്ഡ് ഫോർ റഫ്, അതാണ് അതുകൊണ്ടാണ്, അതായത് ഹൈ സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റും, അതായത് ഓപ്പറേഷൻസ് അറ്റ് ഹയർ സ്പീഡ്, മെറ്റൽ റിമൂവൽ റേറ്റ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഈസ് യൂസ്ഡ് ഫോർ റഫ് ഗ്രൈൻഡിങ് ഓഫ് അയൺ, സ്റ്റീൽ കാസ്റ്റിങ്സ് എക്സെട്ര. അത് വളരെ ഹാർഡും സ്ട്രോങ്ങും ആയതുകൊണ്ട് റെസിനോയിഡ് ബോൺസ് ആർ സ്ട്രോങ് ആൻഡ് ഹാർഡ്. ഓക്കെ, സോ നമ്മൾ വിട്രിഫൈഡ് ബോൺസ് പഠിച്ചു, സിലിക്കേറ്റ് ബോൺസ് പഠിച്ചു, റെസിനോയിഡ് ബോൺസ് പഠിച്ചു. മെക്കാനിക്കൽ സ്ട്രെങ്ത് സിലിക്കേറ്റ് ബോണ്ടിന് കുറവാണ്, അല്ലെ, ഡയാമീറ്റർ വിട്രിഫൈഡ് ബോണ്ടിന്, അതായത് കൂടുതൽ ഡയാമീറ്റേഴ്സ് ഉള്ള ഒരു വീലിന് വിട്രിഫൈഡ് ബോണ്ട് ഉപയോഗിക്കുന്നത് കുറവാണ്, അല്ലെ. വിട്രിഫൈഡ് ബോൺസ് നമുക്ക് ഉണ്ടാക്കാൻ, മാനുഫാക്ചർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, അല്ലെ, ഇറ്റ് ടേക്സ് ടൈം, അല്ലെ. സോ റെസിനോയിഡ് ബോണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ, അല്ലെ, സിന്തറ്റിക് റെസിനുമായിട്ടാണ് നമ്മൾ അബ്രസീവ് ഗ്രെയിൻസ് മിക്സ് ചെയ്യുന്നത്. സിലിക്കേറ്റ് ബോൺസിൽ മിക്സിങ് അബ്രസീവ് വിത്ത് സിലിക്കേറ്റ് സോഡ, അല്ലെങ്കിൽ സിലിക്കേറ്റ് സോഡ അല്ലെങ്കിൽ സോഡിയം സിലിക്കേറ്റ്, അല്ലേ, ബോത്ത് ഒക്കെ, അല്ലേ, സെയിം ആണ്. പിന്നെ വിട്രിഫൈഡ് ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്തിനെ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, അബ്രസീവ് വിത്ത് ക്ലേ ആണ്, അല്ലേ, ക്ലേ ആൻഡ് സം സോർട്ട് ഓഫ് വാട്ടർ. ഓക്കെ, ഇതിൻ്റെ മിക്സിങ്സ് അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്ലോ ആയിട്ട് പറയുന്നത്, ഇത് പഠിക്കണം, എല്ലാവരും പഠിക്കണം. ഓക്കെ, എല്ലാ പോയിന്റ്സും അറിയണം. ഇതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് കിട്ടുമെങ്കിൽ എല്ലാം പഠിക്കണം. നിങ്ങളുടെ നോട്ട്സിൽ കുറേ പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമായിട്ടുള്ള പോയിന്റ്സുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർമ്മ വേണം ഒരു ബോണ്ടിനെ പറ്റിയിട്ട്. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, സോ റെസിനോയിഡ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബി എന്നാണ്. ഇനി ചില ആൾക്കാർക്ക് മാറിപ്പോവും, റബ്ബർ ബോണ്ട് ഉള്ളത് കൊണ്ട് ആർ, ഓക്കെ, ആറായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ റെസിനോയിഡ് ബോണ്ടാണ് നമ്മൾ ബേക്ക് ചെയ്തുണ്ടാക്കുന്നത്, അല്ലേ. നമ്മൾ ബേക്ക് ചെയ്തിട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മോൾഡിൽ പ്ലേസ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്ത്, അല്ലേ, അതുകൊണ്ട് നമുക്ക്
ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു പറയാൻ വേണമെങ്കിൽ. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന അതിൻ്റെതായ രീതിയിൽ പഠിക്കുക, ഇനി ഹട്ട പഠിക്കുന്നത് അങ്ങനെ പഠിക്കുക. ഈവൻ സിലിക്കേറ്റ് ബോൺസ് ആർ ഓൾസോ ബേക്ക്, അത് വേറെ കാര്യം. ഓക്കെ, സിലിക്കേറ്റ് ബോൺസ്. സോ റെസിനോയിഡ് ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, വിട്രിഫൈഡ് ബോണ്ട്. നൗ ലെറ്റ്സ് ഗോ ടു റബ്ബർ ബോണ്ട്. ഓക്കെ, റബ്ബർ ബോണ്ടിങ്. എന്താണ് റബ്ബർ ബോണ്ടിങ് എന്ന് പറയുന്നത്? ആണ് പ്യുവർ റബ്ബറും സൾഫറും വെച്ച് എബ്രസീവ് ഗ്രെയിൻസ് മിക്സ് ചെയ്ത് നമ്മൾ വീല് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റബ്ബർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. സോ എബ്രസീവ് ഗ്രെയിൻസ് ആർ മിക്സഡ് വിത്ത് ലിക്വിഡ് റബ്ബർ. ഓക്കെ, പ്യുവർ ലിക്വിഡ് റബ്ബർ. അല്ലേ, നമുക്ക് റബ്ബറില്ലേ, സാധാരണ റബ്ബർ കട്ട് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, റബ്ബർ കട്ട് ചെയ്ത് പ്യുവർ റബ്ബറും സൾഫറും വെച്ച് നമ്മൾ ലിക്വിഡ് റബ്ബറും വെച്ചിട്ടാണ് നമ്മൾ അബ്രസീവ് ഗ്രെയിൻസ് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ മിക്സ്ചർ ഈസ് റോൾഡ് ഇൻ ടു ഷീറ്റ്സ് ഓഫ് ദ റിക്വയർഡ് തിക്നെസ്. ഓക്കെ, ദിസ് ഒരു മിക്സ്ചർ റബ്ബറിന്റെ ഷീറ്റ് പോലെയുള്ള ഒരു ഷീറ്റില്ലേ, അത് ഈ മിക്സ്ചർ നമ്മൾ റോൾ ചെയ്ത് ഷീറ്റ്സ് അല്ലേ, മിക്സ്ചർ ഇസ് റോൾഡ് ഇൻ ടു ദ ഷീറ്റ്സ് ഓഫ് ദ റിക്വയർഡ് തിക്നെസ്. നമുക്ക് വേണ്ടുന്ന തിക്നെസ്സിൽ നമ്മളിത് റോൾ ചെയ്ത് ഷീറ്റാക്കി മാറ്റും. ഓക്കെ, സോ ദിസ് വീൽസ് ഓഫ് റിക്വയർഡ് ഡയമീറ്റേഴ്സ് ആർ പഞ്ച്ഡ് ഔട്ട് ഫ്രം ദിസ് ഷീറ്റ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് പഞ്ചിങ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വീൽസിൻ്റെ ഏത് ഡയമീറ്ററിലുള്ളതാണോ വേണ്ടതെന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ബൈ യൂസിങ് ദിസ് റബ്ബർ ബോണ്ടിങ് അല്ലെ, വീൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റബ്ബർ ബോണ്ട് ഉപയോഗിച്ച് വീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാർഡായിരിക്കും, ഡെൻസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഇസ് ഡെൻസർ ആൻഡ് ഹാർഡ്. വീൽസ് ആർ മോർ ഇലാസ്റ്റിക്. തിൻ വീൽസ് ക്യാൻ ബി മെയ്ഡ്. വളരെ ചെറിയ തിന്നായിട്ടുള്ള തിക്നെസ് ഉള്ള വീൽസ് ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ യൂസ്ഡ് ആസ് റെഗുലേറ്റിംഗ് വീൽ ഇൻ സെൻട്രലെസ് ഗ്രൈൻഡിങ്. റബ്ബർ ബോണ്ട് ഉപയോഗിച്ച് കൊണ്ടുള്ള ചെയ്യുന്ന, അതായത് അബ്രസീവ് ഗ്രെയിൻസ് റബ്ബർ ബോണ്ട് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റെഗുലേറ്റിംഗ് വീൽ അല്ലെ, സെൻട്രലെസ് ഗ്രൈൻഡിങ്സിൽ റെഗുലേറ്റിംഗ് വീൽ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി റബ്ബർ ബോണ്ട് ആണ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ വെരി ഗുഡ് സർഫേസ് ഫിനിഷ്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത്, റബ്ബർ ബോണ്ടിങ്ങിൽ നമ്മൾ അബ്രസീവ് ഗ്രെയിൻസ് വെച്ചിട്ട് പ്യുവർ റബ്ബറും സൾഫറും, ലിക്വിഡ് റബ്ബർ അല്ലെ, ലിക്വിഡ് റബ്ബറും സൾഫറും വെച്ച് മിക്സ് ചെയ്യുന്നു. ഈ മിക്സ്ചർ നമ്മളൊരു ഷീറ്റ്സിലോട്ട് സ്പ്രെഡ് ചെയ്ത് അല്ലെ, നമ്മളതിനെ റോൾ ചെയ്ത് ഒരു ഷീറ്റാക്കി മാറ്റുന്നു. എത്ര തിക്നെസ് വേണോ ആ തിക്നെസ്സിലുള്ള ഷീറ്റാക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ പ്രസ് പഞ്ചിങ് വെച്ചിട്ട് നമ്മൾ എവിടെയാണോ അല്ലെ പഞ്ച് ഔട്ട് ചെയ്യുന്നു, ജസ്റ്റ് ഷീറ്റ്സ് പഞ്ച് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. അപ്പം റബ്ബർ ബോണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, റബ്ബർ ബോണ്ട് ഈസ് റെപ്രസെന്റഡ് ആസ് denoted by the letter R. Okay, okay sir. now shellac bond. Okay, shellac bond. ഷെല്ലാക് ബോണ്ടും ഉണ്ട്, ഇനി ഓക്സിക്ലോറൈഡ് ബോൺസും ഉണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് ബോൺസ് കൂടിയാണുള്ളത്. ഓക്കെ, ഷെല്ലാക് ബോണ്ട് ആൻഡ് ഓക്സിക്ലോറൈഡ് ബോൺസ്. വാട്ട് യു മീൻ ബൈ ഷെല്ലാക് ബോണ്ടിങ് അല്ലെ? ഷെല്ലാക് ബോണ്ടിങ് അപ്പം നമ്മുടെ abrasive grains and shellacs are mixed. Okay, coated with shellac, അതായത് abrasive grain particles ഷെല്ലാക്ക് വെച്ച് കൂട്ടി ചെയ്ത് അബ്രസീവ് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്ത് നമ്മൾ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഹീറ്റ് ചെയ്യുന്നു അല്ലെ, ഹീറ്റഡ് ആൻഡ് പ്രസ്ഡ് ഇൻ ദ മോൾഡ്സ്. ഓക്കെ, വി വിൽ കെപ്റ്റ് ഇൻ എ ഫേർണസ്. ഓക്കെ, ആഫ്റ്റർ റോളിങ് അല്ലെ, റോള് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹീറ്റ് വെച്ച് മോൾഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഒരു ഫേർണസിൽ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, വി വിൽ ബേക്ക് ഇറ്റ് into at 150 degrees Celsius most. Okay, so shellac bonds like shellac bond വെച്ച് നമ്മൾ ചെയ്യുന്ന വീൽസ് ആണ്. ഓക്കെ, ഇലാസ്റ്റിക് ബോണ്ടഡ് വീൽസ് എന്നാണ് കൂടുതൽ അറിയാം. ഇറ്റ് ഹാസ് എ ഗുഡ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, സിമിലർ ടു ദ റബ്ബർ വീൽസ് അല്ലെ. നമ്മൾ റബ്ബർ വീൽസിൽ ഓൾറെഡി ഇലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് അല്ലെ. അതുപോലെ തന്നെ ഈ ഷെല്ലാക് ബോണ്ട് എന്ന് പറയുന്ന അല്ലെ, ഷെല്ലാക് ബോണ്ട് എന്ന് പറയുന്നതും നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, സോ ഇലാസ്റ്റിക് ബോണ്ടഡ് വീൽസിൽ ആണ് ഷെല്ലാക്കിലും വിടുക, റൈറ്റ്. ഓക്കെ,
Okay, sir. Okay. Now, this shellac bonds, heavy duty operations like finishing, iron castings, steel rolls, സ്റ്റീൽ റോൾസ്, ഈ സാധനങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഷെല്ലാക് ബോൺസ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. ഓക്കെ, ഈ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഷെല്ലാക് ബോൺസ് യൂസ് ചെയ്യുന്നത്. ഈ ഷെല്ലാക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ സംഭവം എന്നുള്ളത്? ഷെല്ലാക് ഇല്ല സർ. ഇല്ല. എങ്ങനെ ഇപ്പൊ പറഞ്ഞു തരാ? ഒരു ഡ്രൈ ഫ്ലേക്സ് ഒക്കെ പോലെ ഉണ്ടാകും കാണാൻ. ഞാൻ കാണിച്ചു തരാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഈറ്റബിൾ ആണെന്ന് തോന്നുന്നു ഫ്ലേക്സ്. അതായത് ഈ ഒരു സാധനം ഷെല്ലാക് എന്ന് പറയുന്ന സാധനം ഈറ്റബിൾ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഷെല്ലാക് ഇതാണ് സാധനം, ഷെല്ലാക്. റൈറ്റ്, ദിസ് വൺ ഷെല്ലാക്. ഇങ്ങനെയാണ് ഷെല്ലാക് ഉണ്ടാകുക. ഡ്രൈ ആയിട്ടുള്ള ഫ്ലേക്സ് പോലെ ഉണ്ടാകും കാണാൻ. ഓക്കെ, ദിസ് ഇസ് ഷെല്ലാക്. ഓക്കെ, അപ്പം ഈ എബ്രസീവ് പാർട്ടിക്കിൾസ് കോട്ടഡ് വിത്ത് ഷെല്ലാക് അല്ലെ ഈസ് ഹീറ്റഡ് അല്ലെ, ഹീറ്റഡ് ടു ഗിവ് യൂണിഫോം മിക്സിങ്. കറക്റ്റായിട്ട് യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യാനും, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് അല്ലെ ഈ മിക്സ്ചർ നമ്മൾ റോൾ ചെയ്ത് പ്രസ് ചെയ്ത് ഒരു ഹീറ്റഡ് മോൾഡിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഷെല്ലാക് ബോണ്ട് ഉണ്ടാകുന്നത്. ഷെല്ലാക് ബോണ്ട് എന്താ പറഞ്ഞ റബ്ബർ ബോണ്ട് പോലെ തന്നെ മോർ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, സോ ഗുഡ് ഇലാസ്റ്റിസിറ്റി, ഇറ്റ് ഹാസ് ഗുഡ് ഇലാസ്റ്റിസിറ്റി സിമിലർ ടു റബ്ബർ വീൽസ്. ഓക്കെ, ഇറ്റ് ഹാസ് ഇലാസ്റ്റിസിറ്റി സിമിലർ ടു റബ്ബർ വീൽസ്. ആലോചിക്കുക, ഈ ഷെല്ലാക് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ഇ വെച്ചിട്ടാണ്. ഓക്കെ, ഷെല്ലാക് ബോണ്ടഡ് വീൽസ് ആർ റെപ്രസെന്റഡ് ബൈ ലെറ്റർ ഇ. ഓക്കെ, വളരെ ചെറിയ ആപ്ലിക്കേഷൻസിലൊക്കെ മാത്രമേ നമ്മൾ ഷെല്ലാക് ബോണ്ട് പൊതുവേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മിൽസ്, റോൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഹെവി ഡ്യൂട്ടി ഓപ്പറേഷൻസിൽ ഈ ഫിനിഷിങ്, അയൺ കാസ്റ്റിങ്സ്, സ്റ്റീൽ റൂൾസിലൊക്കെ ചില സ്ഥലങ്ങളിൽ ബാക്കിയുള്ള ഈ ഒരു പർട്ടിക്കുലർ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വീലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്ന ഹെവി ഡ്യൂട്ടി ഓപ്പറേഷൻസിൽ ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഒരു വളരെ ഫൈനായിട്ടുള്ള കുറച്ച് നൈഫ്സും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിൽ മാത്രമേ ഈ ഷെല്ലാക് ബോണ്ട് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഷെല്ലാക് ബോണ്ട് തന്നെ വിട്രിഫൈഡ് ബോണ്ട്സ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം ബിഗർ ഡയാമീറ്ററിലുള്ള വീൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തിക്നെസ് വളരെ കുറഞ്ഞ വീൽസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ല, അതായത് തിക്നെസ് കുറഞ്ഞ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതായത് വളരെ കൂടുതലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വീൽസ് ഓഫ് ബിഗർ ഡയമീറ്റർ ക്യാൻ നോട്ട് ബി പ്രൊഡ്യൂസ്ഡ് എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഷെല്ലാക് ബോണ്ട് എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ്സുകളാണുള്ളത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഷെല്ലാക് ബോണ്ടിൽ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, റബ്ബർ ബോണ്ടിലും ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇലാസ്റ്റിക്, ഗുഡ് ഇലാസ്റ്റിസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, oxychloride bonds represented by O. Okay, oxychloride bonds നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സിൽ ലാസ്റ്റ് അല്ലെ ഓക്സിക്ലോറൈഡ്. സോ എന്താണ് ഓക്സിക്ലോറൈഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എബ്രസീവ് ഗ്രെയിൻസ് മിക്സ് ചെയ്യുന്നു വിത്ത് മാഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, ക്ലോറൈഡിൻ്റെയും ഓക്സൈഡ്, മാഗ്നീഷ്യത്തിൻ്റെ ക്ലോറൈഡ് ഓക്സൈഡ്. ഓക്കെ, abrasives are mixed with oxide and chloride of magnesium. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ആസ് യൂഷ്വൽ അല്ലെ മിക്സിങ് ഓഫ് ദിസ് ബോൺസ് അല്ലെ, ഇത് മിക്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്യും ഫർണസിൽ വെച്ച്. ഓക്കെ, സോ
യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡിസ്ക് ഷേപ്ഡ് വീൽസ്. ഓക്കെ, ഡിസ്ക് ഷേപ്ഡ് വീൽസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു വിട്രിഫൈഡ് ബോണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഓക്സിക്ലോറൈഡ് ബോൺസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സാധാരണ ഡ്രൈ ആയിട്ടുള്ള ഗ്രൈൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഓക്സിക്ലോറൈഡ് ബോണ്ടാണ്. ഓക്കെ, ദ വീൽസ് ഫോർ യൂസിങ് ഡ്രൈ ഗ്രൈൻഡിങ്. ഓക്കെ, ഈ ഓക്സിക്ലോറൈഡ് ബോണ്ട് ഇസ് വൺ ഓഫ് ദ വീക്കസ്റ്റ് ബോണ്ട്. ഓക്കെ, വളരെ ലെസ് ബ്രിട്ടൈൽ ആയിട്ടുള്ള വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് കൂട്ടത്തിൽ ഓക്സിക്ലോറൈഡ് ബോണ്ട്. ബാക്കിയുള്ള ബോണ്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിക്ലോറൈഡ് ബോണ്ട് ഇസ് ദ വീക്കസ്റ്റ് ബോണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ കുറേ ബോണ്ട്സ് പറഞ്ഞു. സീരിയസ്ലി അഡ്ഹസീവ് സബ്സ്റ്റൻസ് ആണ് നമ്മളെ അബ്രസീവ് ഗ്രൈൻസിന്. ഈ ഗ്രൈൻഡിങ് വീലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മാനുഫാക്ചറിങ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഗ്രൈൻഡിങ് അല്ലേ? നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ എന്താണ് ഗ്രൈൻഡിങ് വീൽ, എന്താണ് ഗ്രൈൻഡിങ് വീൽ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. റൈറ്റ്, ഐ ഷോൺ യു ദ ഗ്രൈൻഡിങ് വീൽ. അപ്പോൾ ഒരു ഗ്രൈൻഡിങ് വീൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാം. സോ ഗ്രൈൻഡിങ് വീലിൽ നമുക്ക് എബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ദെൻ ഈ ഗ്രൈൻഡിങ് വീല് നമുക്ക് എബ്രസീവ് പാർട്ടിക്കിൾസ് തന്നെ ഈ ബോൺസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടുഗെദർ ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൈൻഡിങ് വീൽ ഉണ്ടാവുക. ദെൻ ഈ ഗ്രൈൻഡിങ് വീല് പല തരത്തിലുള്ള എബ്രസീവ്സ്, പല തരത്തിലുള്ള ബോൺസ്, അങ്ങനെ പല ഡിഫറെൻറ്റ് വീൽ മെറ്റീരിയൽ നമുക്ക് ലഭിക്കും. റൈറ്റ്, അത് പല ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യും. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ബോൺസിൽ അതായത് പല ഡിഫറെൻറ്റ് എബ്രസീവ്സ് ഉപയോഗിക്കുമ്പോഴും പല ഡിഫറെൻറ്റ് ബോൺസ് ഉപയോഗിക്കേണ്ട അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ബോൺസിൽ വിട്രിഫൈഡ് ബോണ്ട്, ഷെല്ലാക് ബോണ്ട്, റബ്ബർ ബോണ്ട് അല്ലേ, ദെൻ ഓക്സിക്ലോറൈഡ് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്, ഇത്രയും സിലിക്കേറ്റ് ബോണ്ട്, ഇത്രയും ബോണ്ടുകളാണുള്ളത്. ഈ ബോണ്ടുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പറയാം. ഓക്കെ, ഈ ഗ്രൈൻഡിങ് വീലിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.